Greetings to you all in the mighty and marvelous name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഇന്ന് വയോജന ഞായർ, സീനിയർ സിറ്റിസൺസ് സൺഡേ. മുതിർന്നവരെ കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുക. കെയറിംഗ് ആൻഡ് അക്സെപ്റ്റിംഗ് ദി എൽഡർലി. മുതിർന്നവർ തങ്ങളുടെ ജീവിതം കൊണ്ട് തങ്ങളുടെ ഭവനങ്ങളിലുള്ളവരെയും ചുറ്റുപാടുകളിലുള്ളവരെയും സഭയിലും സമൂഹത്തിലുള്ളവരെയും എല്ലാം സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും തങ്ങളുടെ ജീവിതം അവർക്ക് മാതൃകയായി നയിച്ചവരുമാണ്. ഞാൻ വിശ്വാസികളായ വയോജനങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ദൈവത്തിലുള്ള തങ്ങളുടെ അടിയുറച്ച വിശ്വാസത്താലായിരുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും അവരെ പഠിപ്പിക്കുവാനും അവരെ സഹായിക്കുവാനും എല്ലാം ഇവർക്ക് കഴിഞ്ഞത്. ഇപ്പോഴിതാ ഇവർ വൃദ്ധരായി തീർന്നിരിക്കുന്നു, വയോജനങ്ങൾ ആയി മാറിയിരിക്കുന്നു, ബലഹീനരായി തീർന്നിരിക്കുന്നു. ഇനി നാമാണ് അവർക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടത്, അവരെ സ്നേഹിക്കേണ്ടത്, കരുതേണ്ടത്, അംഗീകരിക്കേണ്ടത്. കാരണം അവരെ അംഗീകരിക്കുന്നതിലൂടെ അവരെ കരുതുന്നതിലൂടെ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മിലേക്ക് പകരപ്പെടുന്നത്. കാരണം ഈ വൃദ്ധജനങ്ങൾ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സുകളാണ്. ഇന്നത്തെ വചനപാഠങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി 21-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. It is a prayer for the king that God would protect and prosper him. രാജാവ് ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ബലത്തിൽ അവൻ ആശ്രയിക്കുന്നു, അതിലവൻ ഏറ്റവും സന്തോഷിക്കുന്നു. ഇവിടെ നമുക്ക് വൃദ്ധജനങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നത്, അവർ എങ്ങനെയാണ് ദൈവത്തിൻ്റെ രക്ഷയിൽ ബലത്തിൽ ആശ്രയിക്കുന്നത് എന്ന് മാറ്റി വായിക്കാം. യഹോവേ, ഞങ്ങൾ നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ ഞങ്ങൾ ഏറ്റവും ഉല്ലസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം നീ ഞങ്ങൾക്ക് നൽകി, ഞങ്ങളുടെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. വൃദ്ധജനങ്ങൾ പറയുകയാണ്, ദൈവമേ, നിന്റെ ബലത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ആശ്രയിക്കുന്നത്, നിന്റെ ബലത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നത്, നിന്റെ രക്ഷയിൽ ഞങ്ങൾ ഏറ്റവും ഉല്ലസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് നൽകി, ഞങ്ങളുടെ അധരങ്ങളുടെ യാചന അവിടുന്ന് നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ ഞങ്ങളെ എതിരേറ്റു, തങ്കക്കിരീടത്തെ ഞങ്ങളുടെ തലയിൽ വയ്ക്കുന്നു. ഞങ്ങൾ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ ഞങ്ങൾക്ക് തന്നു. എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. ഇത്രത്തോളം ദീർഘായുസ്സോടെ ആയിരിക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് നീ ഇടയാക്കി. നന്മയുടെ അനുഗ്രഹങ്ങളാലാണ് അവിടുന്ന് ഞങ്ങളെ എതിരേറ്റത്. തങ്കക്കിരീടത്തെ ഞങ്ങളുടെ തലയിൽ അവിടുന്ന് വെച്ചതുപോലെയുള്ള അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തിരിക്കുന്നത്. നിന്റെ രക്ഷയാൽ ഞങ്ങളുടെ മഹത്വം വലിയതായി തീർന്നിരിക്കുന്നു. മാനവും തേജസ്സും നീ ഞങ്ങളെ അണിയിച്ചു. നീ ഞങ്ങളെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് നീ ഞങ്ങളെ ആനന്ദിപ്പിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. അത്യുന്നതനായ ദൈവമേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ കുലുങ്ങാതെയിരിക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു വൃദ്ധനായ പിതാവിനെ
വർഷങ്ങൾക്ക് മുമ്പേ കാണാതെ പോയ തൻ്റെ മകൻ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് ആദരിച്ചത് എന്ന്. അതുപോലെ എങ്ങനെയാണ് ഈ വൃദ്ധപിതാവിനെ ഒരു രാജ്യത്തിൻ്റെ രാജാവ് തൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്ന് ആ പിതാവിനാൽ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ആ രാജാവിന് ഇടയായത് എന്നും. ഈ പിതാവ് മറ്റാരുമായിരുന്നില്ല, ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവായ യാക്കോബായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ കാണാതെ പോയിരുന്ന ആ മകൻ ആ യാക്കോബിൻ്റെ പുത്രനായ ജോസഫായിരുന്നു. ഈ ജോസഫിനെ വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെറുപ്പമായിരുന്നപ്പോൾ തൻ്റെ സഹോദരന്മാർ അസൂയ മൂലം മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റിരുന്നു. കാലാന്തരത്തിൽ ഈ ജോസഫ് ഈജിപ്തിലെ രാജാവായ ഫറവോന്റെ കൊട്ടാരത്തിൽ ഭക്ഷ്യമന്ത്രിയായി തീരുവാനിടയായി. അങ്ങനെയിരിക്കെയാണ് തങ്ങൾ പാർത്തിരുന്ന കനാൻ ദേശത്ത് ക്ഷാമമാകയാൽ ഈ സഹോദരന്മാർ ധാന്യം കൊള്ളുവാൻ ഈ ഈജിപ്തിലേക്ക് വന്നത്. സഹോദരന്മാരെ കണ്ടപ്പോൾ യോസഫ് അവരെ തിരിച്ചറിഞ്ഞു. പക്ഷെ അറിഞ്ഞ ഭാവം കാണിച്ചില്ല. തൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്നു എന്ന് ഈ സഹോദരന്മാരിൽ നിന്നും ജോസഫ് മനസ്സിലാക്കിയെടുത്തു. എങ്ങനെയെങ്കിലും അവരെ താൻ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരണം എന്ന് ആ ജോസഫ് ആഗ്രഹിച്ചു. ഇക്കാര്യം രാജ്യത്തിൻ്റെ രാജാവായ ഫറവോനോട് ജോസഫ് പറഞ്ഞു. രാജാവിന് സന്തോഷമായി. രാജാവ് രഥങ്ങളയക്കുകയാണുണ്ടായത്. യാക്കോബിനെയും മറ്റ് സഹോദരന്മാരെയും അവരുടെ ഭാര്യമാരെയും മക്കളെയും എല്ലാം കൊണ്ടുവരുവാനായി കനാൻ നാട്ടിലേക്ക് രഥങ്ങളയച്ചു. ഇത് നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും 47-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലുമാണ്. അങ്ങനെ ജോസഫ് ചെന്ന്, എൻ്റെ അപ്പനും സഹോദരന്മാരും അവരുടെ ആടുകളും കന്നുകാലികളും അവർക്കുള്ളതൊക്കെയും കനാൻ ദേശത്ത് നിന്ന് വന്നു ഗോശൻ ദേശത്ത് ഇരിക്കുന്നു എന്ന് ഫറവോനെ ബോധിപ്പിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറവോനെ ബോധിപ്പിക്കുകയാണ്. അവിടുന്ന് രഥങ്ങൾ അയച്ചുവല്ലോ അവരെ കൊണ്ടുവരാൻ. അവരിതാ എത്തിയിരിക്കുന്നു. അവർ ഗോശൻ ദേശത്ത് ഇരിക്കുന്നു. പിന്നെ അവൻ തൻ്റെ സഹോദരന്മാരിൽ 5 പേരെ കൂട്ടിക്കൊണ്ടു ചെന്ന് ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. അപ്പോൾ ഫറവോൻ അവൻ്റെ സഹോദരന്മാരോട് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചതിന് അവർ ഫറവോനോട് അടിയങ്ങളും അടിയങ്ങളുടെ പിതാക്കന്മാരും ഇടയന്മാരാകുന്നു എന്ന് പറഞ്ഞു. ദേശത്ത് താമസിപ്പാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. കനാൻ ദേശത്ത് ക്ഷാമം അതികഠിനമായിരിക്കയാൽ അടിയങ്ങളുടെ ആടുകൾക്ക് മേച്ചിലില്ല. അടിയങ്ങൾ ഗോശൻ ദേശത്ത് പാർത്തുകൊള്ളട്ടെ. ഫറവോനോട് അവർ ചോദിക്കുകയാണ്. ഫറവോൻ ജോസഫിനോട്, നിന്റെ അപ്പനും സഹോദരന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നുവല്ലോ. ഈജിപ്റ്റ് മുഴുവൻ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. ദേശത്തിലേക്ക് നല്ല ഭാഗത്ത് നിന്റെ അപ്പനെയും സഹോദരന്മാരെയും പാർപ്പിക്കാം. അവർ ഗോശൻ ദേശത്ത് തന്നെ പാർത്തുകൊള്ളട്ടെ. അവരിൽ പ്രാപ്തന്മാർ ഉണ്ടെന്ന് നീ അറിയുന്നുവെങ്കിൽ അവരെ എൻ്റെ ആടുകളുടെ മേൽവിചാരകന്മാരാക്കി വയ്ക്കുക എന്ന് രാജാവ് കൽപ്പിച്ചു. ജോസഫ് തൻ്റെ അപ്പനായ യാക്കോബിനെയും അകത്തു കൊണ്ടുചെന്നു. അവനെ ഫറവോന്റെ സന്നിധിയിൽ നിർത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട് പറഞ്ഞത്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ.
എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. പ്രിയ സഹോദരങ്ങളെ, വന്ധ്യനായ വയോധികനായ ഈ പിതാവ് ഈജിപ്തിലെ രാജാവിനാൽ മാനിക്കപ്പെടുകയാണ്. അങ്ങനെ മാനിക്കപ്പെട്ടപ്പോൾ ആ പിതാവിൻ്റെ അനുഗ്രഹം ഈജിപ്തിലെ രാജാവായ ഫറവോന്റെ മേൽ വന്നു. ഫറവോനെ 2 പ്രാവശ്യം അനുഗ്രഹിച്ചതായി നാം ഇവിടെ വായിച്ചു. വൃദ്ധന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് നാം ഇവിടെ കാണുന്നത്. കാരണം അവർ അനുഗ്രഹങ്ങളുടെ സ്രോതസ്സുകളാണ്. അവരെ നാം മാനിക്കുമ്പോൾ, കരുതുമ്പോൾ ആ അനുഗ്രഹം നമ്മിലേക്ക് വരും. അതിനുള്ള ഉദാഹരണമാണ് നാം ഇവിടെ കണ്ടത്. പ്രധാന വചനപാഠമായ സുവിശേഷത്തിൽ നിന്ന് ഇനി നമുക്ക് പഠിക്കാം. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് വയോധികരായ 2 പേരെ നമുക്ക് കാണുവാൻ കഴിയും. ശിമ്യോനും അന്നായും. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കാണുവാൻ ആവലോടെ കാത്തിരുന്നവരായിരുന്നു ഇവർ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്നുള്ള തിരുവെഴുത്ത് എന്നാണ് നിവൃത്തിയാകുന്നത്? ആ നിവൃത്തിയാകുന്ന ആ സമയം, അന്ന് ആ യേശുവിനെ ഞാൻ കാണും എന്നുള്ള ആ ആഗ്രഹത്തോടെ ആവലോടെ കാത്തിരുന്നവരായിരുന്നു ഇവർ. നമുക്ക് വായിക്കാം വേഴ്സ് 25 onwards. ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഉണ്ണിയേശുവിനെയും കൊണ്ട് കന്യകമറിയാമും ജോസഫും ദേവാലയത്തിലേക്ക് വന്ന ആ സന്ദർഭത്തിൽ ഈ ശിമയോൻ ആത്മനിയോഗത്താൽ അവിടെ ചെന്ന് യേശു എന്ന പൈതലിനെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്തി. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്ക. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയമ്മനോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ശിമയോൻ യേശുവിനെ അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. മാതാവിനെയും യോസഫിനെയും എല്ലാവരെയും ആ വൃദ്ധനായ ശിമയോൻ അനുഗ്രഹിച്ചു. ഒരു പ്രവചനവും നടത്തി. മറിയമ്മനോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കടക്കുവാൻ പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം യേശുവിൻ്റെ ആ കഷ്ടാനുഭവവും കുരിശുമരണവും എല്ലാം മാതാവിൻ്റെ ഹൃദയത്തിൽ കൂടെ വാൾ കടന്നതുപോലെയുള്ള അനുഭവമായിരുന്നു. മറ്റു പല കാര്യങ്ങളും ഈ ശിമയോൻ പറഞ്ഞു. വൃദ്ധനായ ഈ ശിമയോൻ മഹാപണ്ഡിതനായിരുന്നു. തൻ്റെ ആ പ്രായത്തിനനുസരിച്ച്
ജ്ഞാനത്തിൽ നിപുണനായിരുന്നു, ജ്ഞാനം പ്രാപിച്ചവനായിരുന്നു. ഇങ്ങനെ ജ്ഞാനസമ്പൂർണരാണ് വയോധികർ, വൃദ്ധജനങ്ങൾ. അവരിൽ നിന്ന് ജ്ഞാനം നമുക്ക് പ്രാപിക്കുവാൻ കഴിയണം. ഇവിടെ എന്താണ് ശിമയോൻ പറഞ്ഞത്? ലോകത്തിന് കേൾക്കുവാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യമാണ്. ഈ യേശു ലോകത്തിന് എങ്ങനെയാണ് അത് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കേൾക്കുവാൻ തക്കവണ്ണം ഈ ശിമയോൻ പറയുകയായിരുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം, അതാണ് യേശുക്രിസ്തു. തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ് അവൻ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് ഈ യേശു. ആ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് ശിമയോൻ പറഞ്ഞത്. ശിമയോൻ ഇത് പറഞ്ഞപ്പോൾ കന്യകമറിയാമും യോസഫും ആശ്ചര്യപ്പെടുകയാണ് ഉണ്ടായത്. അവർ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ആ വയോധികന്റെ വായിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്. വയോധികരെ നാം എത്രമാത്രം മാനിക്കണം, കരുതണം, ബഹുമാനിക്കണം എന്നതിൻ്റെ തെളിവാണിത്. അവരെ ബഹുമാനിച്ചത് കൊണ്ടല്ലേ ഇത് കേൾക്കുവാൻ പറ്റിയത്. എന്തെല്ലാമാണ് യേശുവിനെ പറ്റി ഇദ്ദേഹം പറഞ്ഞത്? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം, ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം, സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷ, ഇവയാണ് യേശുക്രിസ്തു. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ചു. മറിയമിനോട് പറഞ്ഞു, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണ്? യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലുള്ള ആ അവസ്ഥയിൽ ലോകത്തിന് എന്താണ് സംഭവിച്ചത്? പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ ആക്കി. ഇത്ര വലിയ വലിയ കാര്യങ്ങളാണ് ആ ശിമയോനിൽ നിന്ന് അന്ന് അവർക്ക് കേൾക്കുവാൻ, ഇപ്പോൾ ഇത് പഠിക്കുന്ന നമുക്കും കേൾക്കുവാനിടയാകുന്നത്. വയോധികനായ ശിമയോൻ ഉണ്ണിയേശുവിനെ കൈകളിലെടുത്ത് പറഞ്ഞു, This child is destined to cause the falling and rising of many in Israel, and to be a sign that will be spoken against, so that the thoughts of many hearts will be revealed. ശിമയോൻ മാത്രമായിരുന്നില്ല യേശുവിനെ കാത്ത് ആ ദേവാലയത്തിൽ ഇരുന്നിരുന്നത്. അവിടെ വൃദ്ധയായ ഒരു പ്രവാചകയും ഉണ്ടായിരുന്നു. There was also a prophetess Anna. She was very old. She had lived with her husband 7 years after her marriage and then was a widow until she was 84. 84 വയസ്സുള്ള ഒരു വിധവയായിരുന്നു ആ പ്രോഫറ്റസ്. She never left the temple but worshipped night and day, fasting and praying. Coming up to them at that very moment, Anna gave thanks to God and spoke about the child Jesus to all who were looking forward to the redemption of Jerusalem. ആ വൃദ്ധയായ പ്രവാചകയോടൊപ്പം ധാരാളം ആൾക്കാർ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അവർ രാത്രിയെന്നില്ല പകലെന്നില്ല പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ജെറുസലേമിൻ്റെ വീണ്ടെടുപ്പിനായി, ഒരു വീണ്ടെടുപ്പുകാരനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ്
കന്യാമറിയാമും ജോസഫും യേശു കുഞ്ഞുമായി ആ ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ അന്ന ദൈവത്തെ പാടിപ്പോഴ്ത്തി. ഷീ ഗേവ് താങ്ക്സ് ടു ഗോഡ്. അത് മാത്രവുമല്ല, ഈ വൃദ്ധയായ പ്രൊഫറ്റസ് യേശുവിനെ പറ്റി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും സംസാരിച്ചു. അവൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, ഇവനെയാണ് നാം കാത്തിരുന്നത്, അവൻ ജനതകളുടെ പ്രകാശമാണ്. വൃദ്ധജനങ്ങൾക്ക് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുവാനുണ്ട്. നാം വൃദ്ധജനങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് ഇത്ര മഹത്വമുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനും പഠിക്കുവാനും കഴിയും. അവർ നമ്മെ അനുഗ്രഹിക്കും. അവർ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകളാണ്. അവരുടെ വായിൽ നിന്ന് വരുന്ന ആ ജ്ഞാനമേറിയ വാക്കുകൾ, പ്രവചന വാക്യങ്ങൾ, അതെല്ലാം നമുക്ക് കേൾക്കുവാൻ കഴിയും. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലും മുതിർന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും അമ്മയപ്പന്മാരെ പോലെ കരുതി സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും കരുതണമെന്നും നമ്മെ ഉപദേശിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊന്നും പലപ്പോഴും നാം കാണാറില്ല. പ്രായമായവരെ അപമാനിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ഉപദ്രവിക്കുമ്പോഴും നാം ഓർക്കേണ്ടത് അവർ നമ്മെപ്പോലെ ബലമുള്ളവരല്ല, ബലഹീനരാണ് എന്നാണ്. അവർക്കൊന്നും മറുത്തു പറയുവാനോ പ്രതിരോധിക്കുവാനോ കഴിയില്ല. അവർ ദൈവത്തോട് തങ്ങളുടെ പ്രയാസം അറിയിക്കും. അവർ ആശ്രയിക്കുന്നത് യഹോവയുടെ ബലത്തിലാണ്. അവർ പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു. The Lord is my shepherd. The Lord's my shepherd, I not want. He makes me down to lie in pastures green. He leadeth me the quiet waters by. My soul he doth restore again. On me to walk doth make within the paths of righteousness, in for his own name's sake. Yea, though I walk in death's dark way, yet will I fear no ill, for thou art with me, and thy rod and staff me comfort still. My